നിശബ്ദയായി എഴുത്തുജീവിതം നയിച്ചിരുന്ന ഒരു എഴുത്തുകാരിയുടെ അവസാന കാലത്തെ തുറന്നു പറച്ചിലുകളാണ് അത് ഞാനായിരുന്നു എന്ന പുസ്തകം. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചു വന്നപ്പോൾ തന്നെ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള സംഭാഷണങ്ങൾ. അഷിത എഴുതാതെ പോയ അനുഭവതീക്ഷ്ണമായ ആത്മകഥയിലെ ചില ഏടുകളാണ് ഈ പുസ്തകത്തിൽ ചിതറിക്കിടക്കുന്നത്. ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവിൻ്റെ ആമുഖവും അഷിതയുടെ സുജാതാദേവിയെക്കുറിച്ചും മാധവിക്കുട്ടിയെക്കുറിച്ചുമുള്ള ഓർമ്മക്കുറിപ്പുകളും ചേർത്തിരിക്കുന്നു. മാധവിക്കുട്ടിയുടെ അടുത്ത തലമുറയായിട്ടാണ് അഷിത മലയാള സാഹിത്യത്തിൽ വരുന്നത്. മാധവിക്കുട്ടി തൻ്റെ ശരീരം ഒരു സാംസ്കാരിക വാദ്യോപകരണമാക്കി ഇളക്കിവിട്ട ചോദ്യങ്ങൾക്കും കൊടിയ നടുക്കം വിട്ടൊഴിയാത്ത യാഥാസ്ഥിതിക പകയുടെ പുകപടലങ്ങൾക്കും ഇടയിലിരുന്നാണ് അഷിത തൻ്റെ പേന കൊണ്ട് എഴുതാനിരുന്നത്. എഴുത്തിൽ ശരീരമേ ഇല്ലായിരുന്നു അഷിതയ്ക്ക്. എന്നിട്ടും എന്നും മാധവിക്കുട്ടിയുടെ പേരിൽ ഏറ്റവും പഴികേട്ട എഴുത്തുകാരിയായി അഷിത ജീവിച്ചു. "നീ എന്തിനാണ് എഴുതുന്നത്? മാധവിക്കുട്ടിയാവാനാണോ?" എന്ന് അവർ വാക്കുകളാൽ വീടിനകത്ത് ദശാബ്ദങ്ങളോളം ക്രൂശിക്കപ്പെട്ടു. ലോകത്തോട് ഇതേപ്പറ്റി ഒരക്ഷരം പോലും പറയാതെ അവർ നിശബ്ദം സഹിച്ചു. മരിക്കുന്നതിന് 3 മാസങ്ങൾക്ക് മുൻപ് വളരെ സ്ഫോടനം സൃഷ്ടിക്കും വിധം തുറന്നടിച്ചു. അത് ഞാനായിരുന്നു എന്ന സുദീർഘമായ ആ ഇൻ്റർവ്യൂ പുസ്തകം മലയാളി വായനാ സമൂഹം വായിച്ചത് ഒരു നടുക്കത്തോടെയായിരുന്നു. അഷിതയെക്കുറിച്ച് ഡോക്ടർ ശ്രീനാഥ് ബി പറയുന്നു: ഗുഡിയാവുന്നതിൽ ഒരർത്ഥവുമില്ലെന്ന് പറഞ്ഞു തന്ന, യുക്തിയുടെ പേര് പറഞ്ഞ് ജീവിതത്തിൻ്റെ സൗന്ദര്യം നഷ്ടമാകരുതെന്ന് പഠിപ്പിച്ച, ആവശ്യമുള്ളിടത്ത് നോ പറയാൻ അറിയാത്ത മറഞ്ഞിരിക്കുന്ന ഈഗോ ആണെന്ന് വെളിവാക്കിത്തന്ന, വേദനിക്കുന്ന രോഗിക്ക് എക്സ്പ്ലനേഷനല്ല ആശ്വാസമാണ് വേണ്ടതെന്ന് എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന, ഇപ്പോൾ വേണമെങ്കിലും ഒരാൾക്ക് പതനം സംഭവിക്കാം, അതുകൊണ്ട് അവസാന ശ്വാസം വരെ ശ്രദ്ധയോടെ ഇരിക്കണമെന്ന് പറഞ്ഞു തന്ന, നീ വിചാരിക്കുന്നിടത്തല്ല ലോകം, നിന്റെ ചെറിയ ബുദ്ധി കൊണ്ട് എല്ലാം അളന്നു കളയാമെന്ന് നീ വിചാരിക്കരുത് എന്ന് പറഞ്ഞ് അത്ഭുതപ്പെടാൻ പഠിപ്പിച്ച അമ്മയെയാണ് അദ്ദേഹം ഓർക്കുന്നത്. കഥാസാഹിത്യത്തിൽ നിരന്തരമായി അഷിത പ്രത്യക്ഷപ്പെട്ടില്ല. ഓർക്കാപ്പുറത്ത് ഹൃദയം മുറിക്കുന്നൊരു കഥയുമായി വരും. അതിനിടയ്ക്ക് ആത്മീയ സ്വഭാവമുള്ള കവിതകളുടെ പരിഭാഷയും ഉണ്ടാവും. അവർ പറയുന്നു: എനിക്ക് അങ്ങനെ ഇങ്ങനെ ഒന്നും പോരാ, അതും ഇതുമൊന്നും പോരാ, നിലനിൽക്കുന്ന സത്യം, ചുരുങ്ങിയ പക്ഷം ഒരു സന്ദർഭത്തിൽ അടിത്തട്ടിൽ ഒളിച്ചിരിക്കുന്ന സൈക്കോളജിക്കൽ ട്രൂത്ത്, അതെനിക്ക് കണ്ടെത്തണം, അതാണ് എൻ്റെ ഭാവം. നിസ്സഹായവും അവഗണിക്കപ്പെട്ടതുമായ ബാല്യകൗമാരങ്ങളും സംഘർണപൂർണമായ യൗവനവും തൻ്റെ രചനാവഴികളെ രൂപപ്പെടുത്തിയതെങ്ങനെയെന്ന് കഥാകാരി ഈ പുസ്തകത്തിൽ പറയുന്നു.